ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് കൊച്ചിനെ വിളിക്കാൻ വേണ്ടി സ്കൂളിൽ പോവാട്ടോ. സ്കൂളിലാണ് പോകുന്നത്. ഇന്ന് ഇളയതിനെ ഞാൻ അംഗൻവാടി വിട്ടില്ലായിരുന്നു കേട്ടോ. നമുക്ക് പോകാൻ മടിയായിരുന്നു. അപ്പം അതുകൊണ്ട് കൊച്ചിനെ വിളിക്കാൻ വേണ്ടി ഞാൻ പോവാണ്. അപ്പം ഞാനൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. പോകുന്ന വഴിക്ക് ഇവിടെ കൈത കൃഷിയുണ്ട് കേട്ടോ. നിങ്ങൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവർക്ക് വേണ്ടി മാത്രമാട്ടോ കൈത കൃഷി കാണിക്കുന്നത്. ഞാൻ പോകുന്ന വഴിക്കാട്ടോ കൈത ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഇവിടെ ആൾക്കാർ എടുക്കാൻ വരുന്ന സ്ഥലമാണ് കേട്ടോ കൈത. അപ്പം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് മൊത്തം കൈത കൃഷിയാണ് കേട്ടോ. മൊത്തം കൈത ചക്കയാണ് ഇത്. കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇത് കാണാത്തവർക്ക് വേണ്ടി കാണിച്ചതേ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങേ കണ്ടോ, അങ്ങേ മലയെ കണ്ടോ, അതാട്ടോ നമ്മുടെ ഇല്ലിക്കക്കല്ല്. ആ മലയാട്ടോ. ഇല്ലിക്കക്കല്ലിൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ മൂന്നിലവ് കേട്ടോ. നമ്മളിങ്ങനെ പോകുന്ന വഴിയാട്ടോ. ഇത് വാഴക്കാടിന് പോകുന്ന വഴിയാണിത്. വാഴക്കാട് പള്ളി. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പാലം കാണിച്ചു തന്നില്ലായിരുന്നോ? അപ്പോൾ ഈ വഴി ചെന്ന് ചാടുന്നത് പാലത്തിലേക്കാണ് കേട്ടോ. പിന്നെ കണ്ടോ, കുന്നും മലയും ഒക്കെയാട്ടോ മൊത്തം. അതെ, കുന്നും മലകളും ഒക്കെയുള്ള സ്ഥലമാട്ടോ. ഞാൻ പറഞ്ഞില്ലേ മേച്ചാലല്ല, എന്താ മങ്കൊമ്പ് എന്നൊക്കെ പറഞ്ഞ സ്ഥലമില്ലേ, അതൊക്കെ അപ്പുറയാട്ടോ. അതിൻ്റെ ആ കാണുന്ന മലകളൊക്കെ ആട്ടോ. അവിടെ നിന്നൊക്കെയാണ് ആക്ച്വലി ഉരുൾ പൊട്ടി വരുന്നത്. ഉണ്ടോ, നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇല്ലിക്കക്കല്ല് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ക്യാമറ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടെ. അവിടെ ആട്ടോ ഇല്ലിക്കക്കല്ല്. അങ്ങനെ കണ്ടോ, ആ മരം നിൽക്കുന്നതിൻ്റെ ചൂട്ട് നിൽക്കുന്നുണ്ടോ ഇല്ലിക്കക്കല്ല്. ഞാൻ പോയിട്ട് ഒത്തിരി ആയിട്ടോ. ഇടയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ പോകാൻ മടിയാട്ടോ. കാരണം എനിക്ക് വലിയ താല്പര്യമില്ല കാണാൻ, വലിയ ഇഷ്ടമൊന്നുമില്ല. എന്നാൽ എനിക്ക് അയ്യമ്പാറ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അയ്യമ്പാറയൊക്കെ നല്ല രസമുണ്ട് പോയിരിക്കാനൊക്കെ. വാഗമണ്ണൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ. ഇല്ലിക്കക്കല്ലിനോട് വലിയ താല്പര്യമില്ല. പിന്നെ നല്ല പ്രകൃതിരമണീയമായ സ്ഥലങ്ങളാണ്, അത്രേ ഉള്ളൂ. എന്നോർത്തൊരു കാര്യം കേട്ടോ, എനിക്ക് ഓവറായിട്ട് അപകർഷതാബോധമുള്ള ആളാട്ടോ. ഞാൻ കറുത്തായിരിക്കുന്നേ, നമ്മളെ ആരും നോക്കിയല്ല, നമ്മളെ ആർക്കും ഇഷ്ടമില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്തയുള്ള ഒരാളാട്ടോ പൊതുവേ. ആദ്യമൊക്കെ നമ്മൾ സ്വയമേ എല്ലാവരുടെയും മുന്നേ താന്നതാട്ടോ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മൾ കറുത്തായതുകൊണ്ട് ഞാൻ കൂടുതൽ ആൾക്കാരുടെ മുന്നിലൊന്നും സെൽഫി ഒന്നും എടുക്കാൻ നിൽക്കുകയല്ല. കാരണം എനിക്ക് നാണോ. ഞാൻ പറഞ്ഞു നിർത്തിയത് അപകർഷതാബോധത്തെക്കുറിച്ചാട്ടോ. അപ്പം നമ്മൾ അപകർഷതാബോധം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഭയങ്കര വിഷമമായിരിക്കും. നമ്മൾ ആരുടെ അടുത്തും നമ്മൾ സ്വയമേ താന്നു നിൽക്കും കേട്ടോ. ഗൈസ്, അപ്പോൾ എനിക്ക് വലുതായപ്പോഴാണ് സത്യം മനസ്സിലാക്കുന്നത്. നമ്മൾ നല്ലതാണെന്ന് ഒരിക്കലും വേറെ ആരും പറയുകയില്ല, നമ്മൾ മാത്രമേ പറയുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ നല്ലതാണെന്ന് നമ്മൾ മാത്രമേ പറയുള്ളൂ, വേറെ ആരും പറയുകയില്ല കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ സ്വയമേ ഇങ്ങനെ താന്ന് പോയിക്കൊണ്ടിരിക്കുമ്പം നമ്മളെല്ലാവരും കളിയാക്കുകയുള്ളൂ കേട്ടോ. കറുത്താന്ന് പറയും തോറും നമ്മൾ കറമ്പിന്ന് എല്ലാവരും വിളിക്കുകയുള്ളൂ. നമ്മൾ എന്താ പറയുക, നമുക്ക് വിലയുണ്ടെങ്കിലേ നമ്മൾക്ക് മറ്റുള്ളവരും വില കൽപ്പിക്കുകയുള്ളൂ. അതാണ് ഞാൻ പഠിച്ച പാഠം കേട്ടോ. അപ്പം ഇതായിരുന്നു കേട്ടോ എനിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ കൊച്ചിനെ വിളിച്ചുകൊണ്ട് തിരിച്ചു പോരുവാ കേട്ടോ. പൊന്നാച്ചി ഒന്ന് കരയുവാണേ, വേറൊന്നും. പൊന്നാച്ചിക്ക് ഞാൻ ഒരു പാക്കറ്റ് ന്യൂഡിൽസ് മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൊന്നാച്ചി ഇതിനെ കരയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പട്ടി വന്നു കേട്ടോ. പട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പട്ടീനെ കണ്ടുകൊണ്ട് പൊന്നാച്ചി പാലത്തേക്കടെ പുറകോട്ട് നോക്കാതെ പുറകോട്ട് പോവുക കേട്ടോ. പൊന്നാച്ചി താഴെ പോയി വീഴണ്ടായിരുന്നു. ഞാൻ അവിടെ പിടിച്ച് നിർത്തിയതുകൊണ്ട് പൊന്നാച്ചി അവിടെ നിന്നു. അതിന് ഞാൻ പൊന്നാച്ചിനെ വഴക്ക് കൂടി കേട്ടോ. അതിന് നമ്മൾ പിണങ്ങുന്നത്. അപ്പോൾ ഇതാട്ടോ പൊന്നാച്ചി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.